നമസ്കാരം. ആലപ്പുഴ മുതുകുളത്ത് നിന്ന് മനസാക്ഷി മരവിപ്പിക്കുന്ന കൊലപാതക വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നത്. കനകക്കുന്ന് സാധുപുരം തെക്കതിൽ വീട്ടിൽ തങ്കമ്മ എന്ന 80 വയസ്സുകാരുടെ മരണം ആസൂത്രിതമായ കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കേവലം 6 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടിയാണ് ഈ ക്രൂരകൃത്യം അരങ്ങേറിയത്. തിങ്കളാഴ്ച രാവിലെ മുതൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന തങ്കമ്മയെ കാണാതാവുകയായിരുന്നു. ബന്ധുക്കളും കനകക്കുന്ന് പോലീസും അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ ആറാട്ടുപുഴ കീരിക്കാട് ജെട്ടിക്ക് സമീപം കായംകുളം കായലിൽ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നതായി നാട്ടുകാർ കണ്ടത്. പോലീസ് എത്തി മൃതദേഹം കരയ്ക്കെടുത്തപ്പോൾ കണ്ട കാഴ്ച ക്രൂരതയുടെ അങ്ങേയറ്റമായിരുന്നു. കൈകളും കാലുകളും തുണി കൊണ്ട് പരസ്പരം ബന്ധിച്ച നിലയിലായിരുന്നു. മാത്രമല്ല, മൃതദേഹം കാലിൽ താഴ്ന്നു പോകാനായി കഴുത്തിൽ വലിയൊരു കല്ലും കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. കേസിന്റെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ പോലീസിനെ പോലും ഞെട്ടിച്ചതാണ്. തങ്കമ്മയുടേത് മുങ്ങിമരണമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതായത്, തലയുടെ പിന്നിൽ മാരകമായി അടിയേറ്റ് അബോധാവസ്ഥയിലായ വൃദ്ധയെ ജീവനുണ്ടായിരിക്കെ തന്നെയാണ് പ്രതികൾ കാലിൽ കെട്ടിത്താഴ്ത്തിയതെന്നാണ് പോലീസ് ശക്തമായി സംശയിക്കുന്നത്. തങ്കമ്മയുടെ ദേഹത്തുണ്ടായിരുന്ന 6 പവനോളം സ്വർണ്ണാഭരണങ്ങൾ പൂർണ്ണമായും കവർന്നിട്ടുണ്ട്. തങ്കമ്മയെയും അവരുടെ വീട്ടു സാഹചര്യങ്ങളെയും കുറിച്ച് വളരെ കൃത്യമായി അറിയാവുന്ന പ്രാദേശിക ബന്ധമുള്ള ഒന്നിൽ കൂടുതൽ ആളുകളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കേസിൽ അയൽവാസികളുടെ ഉൾപ്പെടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംശയമുള്ള ചിലരെ ചോദ്യം ചെയ്തു വരികയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ 3 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. പ്രതികളെ ഉടൻ തന്നെ വലയിലാക്കുവാൻ കഴിയുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതേസമയം കൊല്ലപ്പെട്ട തങ്കമ്മയുടെ മൃതദേഹം ബുധനാഴ്ച ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഗൾഫിൽ ജോലി ചെയ്യുന്ന മകൻ സത്യദാസും മരുമകനായ സൈനികനുമായ മണിലാലും ബുധനാഴ്ചയോടെയാണ് നാട്ടിലെത്തിയത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായവർ കേരളത്തിൽ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന ഭയപ്പെടുത്തുന്ന ചോദ്യം കൂടിയാണ് ഈ മുതുകുളം കൊലപാതകം ഇപ്പോൾ ഉയർത്തുന്നത്. ക്രൂരമായ ഈ കൊലപാതകം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും നാട്ടുകാർ ഇപ്പോഴും ഈ ഞെട്ടൽ നിന്ന് മുക്തരായിട്ടില്ല. വളരെ സൗമ്യയായ, ആരോടും വഴക്കിന് പോകാത്ത ഒരു പാവം വൃദ്ധയെയാണ് കേവലം കുറച്ച് സ്വർണത്തിന് വേണ്ടി ഈ കൊലയാളികൾ ഇല്ലാതാക്കിയത്. പോലീസിന്റെ നിഗമനങ്ങൾ അനുസരിച്ച് കൊലപാതകം നടന്ന തിങ്കളാഴ്ച പുലർച്ചെയോ അല്ലെങ്കിൽ അതിനു മുൻപോ രാത്രിയിലെയോ ആകാം പ്രതികൾ ഈ തങ്കമ്മയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. വീട്ടിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ഈ ആക്രമണം. മോഷണ ശ്രമം തടയാൻ ശ്രമിക്കുന്നതിനിടയിലാകാം തങ്കമ്മയുടെ തലയ്ക്ക് പിന്നിൽ കനത്ത ആയുധം ഉപയോഗിച്ചടിച്ചത്. എന്നാൽ പ്രതികൾ കാട്ടിയ ഏറ്റവും വലിയ ക്രൂരത മറ്റൊന്നായിരുന്നു. അടിയേറ്റ് വീണ തങ്കമ്മ മരിച്ചുവെന്ന് കരുതിയല്ല അവർ കായലിൽ കൊണ്ടുപോയി തള്ളിയത്. അബോധാവസ്ഥയിലായ തങ്കമ്മയെ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബോധപൂർവം തന്നെയാണ് കായൽ പരപ്പിലേക്ക് മാറ്റിയത്. അവിടെ വെച്ച് കൈകളും കാലുകളും കെട്ടിയിടാൻ ഉപയോഗിച്ച തുണി എവിടെ നിന്ന് കിട്ടിയെന്നതിനെ കുറിച്ചും പോലീസ് ഇപ്പോൾ വ്യക്തമായി അന്വേഷണം നടത്തുന്നുണ്ട്. കഴുത്തിൽ കെട്ടിയ കല്ല് പ്രതികൾ മുൻകൂട്ടി കരുതിയതാണോ അതോ കായൽ തീർത്തെന്ന് കണ്ടെത്തിയതാണോ എന്നതും നിർണായകമാണ്. ഈ കേസിൽ പോലീസിനെ കുഴപ്പിക്കുന്നതും എന്നാൽ പ്രതികളിലേക്ക് വേഗത്തിൽ എത്തിക്കുവാൻ സഹായിക്കുന്നതുമായ ചില ഘടകങ്ങൾ ശാസ്ത്രീയ തെളിവുകളാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള 3 പ്രത്യേക സംഘങ്ങൾ 3 വ്യത്യസ്ത വഴികളിലൂടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഒന്നാമത്തെ സംഘം സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രദേശത്തെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. തിങ്കളാഴ്ച പുലർച്ചെ കനകക്കുന്ന് പ്രദേശത്തും കായംകുളം കായൽ തീർത്തും സജീവമാർന്ന സംശയാസ്പദമായ മൊബൈൽ നമ്പറുകളുടെ പട്ടിക പോലീസ് തയ്യാറാക്കി കഴിഞ്ഞു. രണ്ടാമത്തെ സംഘം മുതുകുളം ആറാട്ടുപുഴ ഭാഗങ്ങളിലെ പ്രധാന റോഡുകളെയും വീടുകളെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയാണ്. അർദ്ധരാത്രിക്ക് ശേഷം മൃതദേഹവുമായി പോയ ഏതെങ്കിലും വാഹനങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാനാണ് ഈ ശ്രമം. മൂന്നാമത്തെ സംഘം തങ്കമ്മയുടെ വീടുമായി അടുത്ത ബന്ധമുള്ളവരെയും അയൽവാസികളെയും കേന്ദ്രീകരിച്ച് മൊഴിയെടുക്കൽ തുടരുകയാണ്. കൃത്യമായി ആസൂത്രണമുള്ളതിനാൽ വീടിന്റെ മുൻപിൽ വശങ്ങളെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ള പ്രാദേശിക ക്രിമിനലുകളിലേക്ക് തന്നെയാണ് പോലീസിന്റെ സംശയവിരൽ നീളുന്നത്. ചൊവ്വാഴ്ച രാത്രിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരാളെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചുവെങ്കിലും ഇയാളിൽ നിന്നും ലഭിച്ച ചില നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട 6 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഏതെങ്കിലും ജ്വല്ലറികളിലോ പണയ സ്ഥാപനങ്ങളിലോ വിൽക്കാൻ സാധ്യതയുള്ളതിനാൽ അത്തരം കേന്ദ്രങ്ങളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. വിദേശത്താർന്ന മകൻ സത്യദാസും സൈനികനായ മരുമകൻ മണിലാലും നാട്ടിലെത്തിയതോടെ കുടുംബത്തിന്റെ ദുഃഖം വാക്കുകൾക്ക് അതീതമാണ്. പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ഉറപ്പിൽ തന്നെയാണ് പോലീസും.